മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടന്ന പ്രതിഷേധത്തിൽ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. PDPP ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസുകാരെ അതിക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ പോലീസുകാരെ അതിക്രമിച്ച് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം, അതിനെ ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തള്ളിയിരിക്കുന്നു എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. 25 പേർക്കെതിരെയാണോ കേസ്? എന്തൊക്കെ വകുപ്പുകൾ, മനീഷ്? സ്മൃതി, ഇന്ന് രാവിലെ 8 മണിക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അപ്രതീക്ഷിതമായി തൈക്കാടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയെത്തിയത്. അവിടെ ഗേറ്റ് തള്ളി തുറന്നാണ്. അവിടെ 3 പോലീസുകാർ മാത്രമായിരുന്നു സുരക്ഷയിലുണ്ടായിരുന്നത്. ആ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അകത്ത് കയറി ആ വീടിന്റെ വാതിലിന്റെ മുൻപിലാണ് റീത്ത് വെച്ചത്. ഇതിലാണ് ഇപ്പോൾ പോലീസുകാരെ അതിക്രമിച്ചു. PDPP ഒപ്പം തന്നെ ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തലടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള പോലീസിന്റെ ഇടയിലെ റിപ്പോർട്ടും, അതായത് കമ്മീഷണർ നിലവിൽ കന്റോൺമെന്റ് ACPയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഇന്റലിജൻസ് ഈ വിവരം അറിഞ്ഞിട്ടില്ല. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിവരം പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വളരെ അതായത് അതിന്റെ വേണ്ട ഗൌരവത്തിൽ എടുത്തിരുന്നില്ല. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ നിയമ നടപടിയുമായി കന്റോൺമെന്റ് പോലീസ് എത്തിയിരിക്കുകയാണ്. 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേസെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പോലീസ് വാഹനത്തിലേക്ക് കയറിയ പ്രവർത്തകരെ പിന്നീട് റോഡ് തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ വാഹനം തടഞ്ഞത് മൂലം പിന്നീട് ആ പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിട്ട്, അതായത് പ്രവർത്തകരെ വീണ്ടും റിലീസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലീസിനെത്തി. അങ്ങനെ പ്രവർത്തകർ മുഴുവനായി അവിടെ നിന്ന് പോയിരുന്നു. പിന്നീടാണ് കന്റോൺമെന്റ് പോലീസ് 5 പ്രവർത്തകർ, അതായത് 40ഓളം പ്രവർത്തകരായിരുന്നു മൊത്തത്തിൽ ആ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ 25 പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. 3 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 15 മിനിറ്റ് ശേഷമാണ് കന്റോൺമെന്റ് പോലീസ് അടക്കം ആ സ്ഥലത്തേക്ക് എത്തിയത്. എന്താണെങ്കിലും ഇപ്പോൾ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്മൃതി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.